സ്നേഹൽ സാറാണ്. അപ്പോൾ നമ്മൾ 5ാമത്തെ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം പഠിക്കാൻ വേണ്ടി പോകും. നമുക്കറിയാം ക്രിസ്മസ് എക്സാമിനും ഓണം എക്സാമിനും ഈ പോർഷൻ ചോദ്യങ്ങൾ ചോദിച്ചത്, അതുകൊണ്ട് വലിയ മാർക്കിന് ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പബ്ലിക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാം. ഈ ചാപ്റ്റർ നമുക്ക് എക്സ്പെക്ട് ഒരു 4 മാർക്ക് ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അതിൽ താഴെ ആയിരിക്കും, ചിലപ്പോൾ ഒരു 4 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം ചോദ്യം ചോദിക്കും. പ്രധാനമായും നമ്മൾ കവർ ചെയ്യേണ്ട ഒന്നാമത്തെ കണ്ടന്റ് മൗലിക അവകാശം തന്നെ. അല്ലെ, നമ്മൾ ഈ ചാപ്റ്റർ പ്രധാനം ഡിസ്കസ് ചെയ്യുന്ന ആരെ പറ്റിയ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് മൗലിക അവകാശത്തെ പറ്റി. അല്ലെ, ഈ മൗലിക അവകാശങ്ങൾ 6 മൗലിക അവകാശങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എങ്ങനെ പഠിക്കുക, കറക്റ്റ് ഒരു പെൻ എടുക്കുക, കറക്റ്റ് ഒരു പേജ് എടുക്കുക, ഒരു പെൻ എടുക്കുക, എഴുതി പഠിക്കുക. ഓക്കെ, അതിൽ നിങ്ങൾ ഒരു കോംപ്രമൈസ് ചെയ്ത്, കാരണം ഇത് പഠിച്ചാൽ ഈ ചാപ്റ്റർ 50% നിങ്ങൾ കവർ ചെയ്തെന്നാണ് അർത്ഥം. ഇനി ഓരോ മൗലിക അവകാശം നോക്കുകയാണ്, റൈറ്റ് ഇക്വാലിറ്റി എന്ന സമത്വവുമായി ബന്ധപ്പെട്ടാൽ അവിടെ എന്ത് പാടില്ല. ഇപ്പൊ സമത്വം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും തുല്യരായി കാണില്ല, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ റീജിയന്റെയോ റിലീജിയന്റെയോ സമ്പത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വിവേചനം ഉണ്ടാകാൻ പാടില്ല, എല്ലാവരും ഒരേപോലെ എന്ത് ചെയ്യാൻ കണക്കാക്കണമെന്നാണ് അത് പറയുന്നത്. രണ്ടാമതാണ് റൈറ്റ് ടു ലിബർട്ടി, സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞത്. അതിൽ മൗലിക സ്വാതന്ത്ര്യത്തെ പറ്റി നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾ 19 ഏകദേശം 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി അത് വായിച്ചു പോകണം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത് ഏത് ആർട്ടിക്കിളാണ്, റൈറ്റ് ടു ലിബർട്ടിയിലാണ്. ഇത് മാറിപ്പോകാൻ പാടില്ല, പരീക്ഷയിൽ ആ കാര്യം മാത്രം സെപ്പറേറ്റ് ചോദിക്കും. അപ്പോൾ നമ്മൾ നേരെ എഡ്യൂക്കേഷൻ നമ്മൾ ആദ്യം ആലോചിക്കാതെ ഈ പറയുന്ന കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റാ. ആ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റിലല്ല എന്തുള്ളത്, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ കാര്യം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ബാലവേലയോ അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കോ പോലത്തെ ഒരു കാര്യം എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ വേണ്ടി പാടില്ല. മനുഷ്യനെ നിർബന്ധിച്ച് ജോലി ചെയ്യാൻ പാടില്ല, നമ്മളെ ഒരു രീതിയിലും ചൂഷണം ചെയ്യാൻ വേണ്ടി പാടില്ല. അതാണ് അവിടുത്തെ. അത് അടുത്ത് നോക്കുകയാണെങ്കിൽ റൈറ്റ് ഫ്രീഡം ഓഫ് റിലിജിയൻ, മത സ്വാതന്ത്ര്യമാണ്. ഏത് മതം വേണമെങ്കിൽ സ്വീകരിക്കാം, ആ മതം പ്രചരിപ്പിക്കാം, അതിനുവേണ്ട സ്ഥാപനങ്ങൾ നിർമ്മിക്കാം, എല്ലാ രീതിയിലും നമുക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് ഒരു പ്രത്യേക മതമില്ല, അല്ലെ, ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക പരിഗണനയോ ഗവൺമെന്റ് സംവിധാനങ്ങൾ കൊടുക്കാനോ പാടില്ല. അതുപോലെ തന്നെ ഇനി കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആയി വിദ്യാഭ്യാസവും സാംസ്കാരികമായ അവകാശം അവിടെ എന്താണ്, അത് മൈനോറിറ്റി പിന്നോക്ക വിഭാഗങ്ങളെ പറ്റി, അതായത് എണ്ണം കൊണ്ട് വളരെ കുറവുള്ള മൈനോറിറ്റികൾക്ക് എന്തെല്ലാം അവകാശം കൊടുക്കണം, അവരുടെ ഭാഷ, അവരുടെ സംസ്കാരം, ഇതൊക്കെ സംരക്ഷിക്കാനുള്ള അവകാശം കൊടുത്തേ തീരൂ. അതുപോലെ തന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, അത് നിങ്ങൾ കുറച്ചധികം ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. എന്താണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, കാരണം ഇതാണ് നമ്മുടെ മൗലിക അവകാശത്തിൽ ഡോക്ടർ BR അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച പിന്നെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 അനുച്ഛേദം 32. ഇത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ മേൽ പറഞ്ഞ ഏതെങ്കിലും മൗലിക അവകാശം എവിടെയെങ്കിലും റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോകാം, കോടതിയിൽ പോകാം. അവിടെ നിന്ന് പുനഃസ്ഥാപിച്ചെടുക്കാനുള്ള അവകാശമാണ്. ഇത് കറക്റ്റ് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് നോക്കുക. റെഡി? യെസ്. ഇനി അടുത്ത് നിങ്ങൾ പിന്നെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. എക്സാമിന് നിർദ്ദേശങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താ, അതായത് നമ്മുടെ രാജ്യം രാഷ്ട്രം നന്നാവാൻ വേണ്ടി, ഒരു വെൽഫെയർ, ഒരു ക്ഷേമ രാഷ്ട്രമാകാൻ വേണ്ടി നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ്. അല്ല, ഡയറക്ഷൻസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, നിർദ്ദേശങ്ങൾ. നമ്മൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പരീക്ഷാ സമയത്തൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ നിഹാൽ സാറോടെയും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിഹാൽ സാറോട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾ ചില നിർദ്ദേശങ്ങൾ തരാറുണ്ട്. അതേപോലെ തന്നെ രാജ്യത്ത് നൽകുന്ന നിർദ്ദേശമാണ് എന്തോ ഈ കാണുന്ന ഡയറക്റ്റീവ്സ്, നിർദ്ദേശക തത്വങ്ങൾ. ഇത് നമുക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ടോപ്പിക്കാണ് ഗാന്ധിയൻ ഐഡിയാസ്, ഗാന്ധിയൻ ആശയങ്ങളെ പറ്റി ചോദ്യം ചോദിക്കും. ഗാന്ധിയൻ എന്താണ്, ഗാന്ധിജിയുടെ ആശയത്തിലൂടെ മുന്നോട്ട് നൽകുന്ന നിർദ്ദേശക തത്വങ്ങൾ എന്തെല്ലാം, അതിലെന്തൊക്കെയുണ്ട്, ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമപഞ്ചായത്തുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ പറയുന്ന പിന്നെന്താണ് ഗാന്ധിയൻ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നല്ലേ. പിന്നെ എന്താണ്, കോട്ടേജ് ഇൻഡസ്ട്രി, കുടിൽ വ്യവസായത്തെ പരിപോഷിപ്പിക്കുക. അങ്ങനെ ഗാന്ധിജി ആഗ്രഹിക്കുന്ന ഗ്രാമസ്വരാജ്യയുടെ ഗാന്ധിജി ആഗ്രഹിച്ച കുറേ കാര്യം നമുക്ക് ഇവിടെ ഞാൻ കാണാം സാധിക്കും. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വായിച്ചു പോരെ. ഇനി എക്സാമിന് അടുത്ത് ചോദിക്കാൻ സാധ്യതയാണ് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ത്. നമുക്കൊരു 4 മാർക്കിന് ഡയറക്റ്റ് ചോദ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഈ ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലേ. അപ്പോൾ നോക്കി നിങ്ങൾ ഏതൊക്കെയാ മൗലിക അവകാശങ്ങളും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ മൗലിക അവകാശം എപ്പോഴും നമ്മൾ ആലോചിക്കുക, ഇത് നമ്മുടെ അവകാശം, അല്ലേ. ഇവിടെ വ്യക്തികൾക്കാണ് പ്രാധാന്യം. എൻ്റെ അവകാശം, എൻ്റെ മൗലിക അവകാശം നമ്മൾ പലപ്പോഴും പറയും, അല്ലേ. അങ്ങനെ തന്നെയാണിത് വ്യക്തികളുടെ അവകാശം, അല്ലേ. ഇവിടെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് അധികാരത്തെ ലിമിറ്റ് ദ പവർ ഓഫ് ദി ഗവൺമെന്റ്. മൗലിക അവകാശങ്ങൾ ഗവൺമെന്റ് അധികാരങ്ങളെ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് നമ്മുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്രാധാന്യം നൽകുന്നുണ്ട്. അതിൽ പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ, വ്യക്തികളുടെ എന്താണ് അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലേക്ക് നമുക്ക് ഈ പറഞ്ഞ മൗലിക അവകാശം ലഭ്യമായി നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാം. അതായത് ഇത് അമെൻമെന്റ് ചെയ്യാൻ വളരെ കോംപ്ലക്സാണ്, ഭയങ്കര പണിയാണ് മൗലിക അവകാശങ്ങൾ വലിയ തിരുത്തുകളോ മാറ്റങ്ങളൊക്കെ വരുത്താൻ. പക്ഷേ ഇവിടെ നോക്കി നിങ്ങൾ എന്താണ്, ഇത് ഒരിക്കലും എന്നല്ല ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിനോട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയാം, അല്ലേ. ഇന്ന കാര്യം ചെയ്ത് നമ്മുടെ നാട് നല്ലതായിരിക്കും എന്ന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഇവിടെ ഉള്ളത്, നിർദ്ദേശ തത്വങ്ങളുള്ളത്. അതുപോലെ എന്താണ്, എല്ലാ വിഭാഗത്തിന്റെയും ക്ഷേമം ഉറപ്പാക്കുന്നു, അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ വ്യക്തികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് പ്രിൻസിപ്പൾ ആർ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എവിടെയെങ്കിലും വയലേറ്റ് ചെയ്താൽ നമുക്ക് കോടതിയിൽ പോകാൻ സാധിക്കില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത്
അമെൻമെൻറ്റ് ചെയ്യാനും വേണ്ടി സാധിക്കും. ഇത് നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാൻ സാധ്യതകളാണ്. റെഡി. ഏറ്റവും അവസാനം മൗലിക കർത്തവ്യങ്ങൾ. ഇത് കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചത് എങ്ങനെ ചോദിച്ചത്, ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇത് കൊണ്ടുവന്നത്? ഇത് മൗലിക ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആരാ? സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എവിടെയാണ്? പാർട്ട് 4A ഇതുള്ളത്, അത് നോട്ട് ചെയ്ത് വെക്കുക. പാർട്ട് A4 1976 42ാം ഭേദഗതി പ്രകാരമാണ് ഇതൊക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. 1 വേർഡ് 1 മാർക്ക് ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില മൗലിക കർത്തവ്യങ്ങൾ എന്താണ്? പിന്നെ ഒബേ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ സിറ്റിസൺ പ്രൊട്ടക്ടിംഗ് കൺട്രി, രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഭരണഘടന അനുസരിക്കുക. പെർഫോമിംഗ് എ നാഷണൽ സർവീസ് വെൻ ദ കൺട്രി കോൾ ഫോർ, ഇല്ലേ, രാജ്യം ആവശ്യപ്പെട്ട ഒരു ദേശീയ സേവനം അനുഷ്ഠിക്കുക. പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷിക്കും. 3 കാര്യങ്ങൾ നോട്ട് ചെയ്തൊക്കെ എക്സാമിന് വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആക്ട് പഠിച്ചു. അതുകൊണ്ട് അതിൻ്റെ കൂടെ നിഹാൽസാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. ജസ്റ്റ് ഈ വീഡിയോ കണ്ടേ ജസ്റ്റ് യൂട്യൂബിൽ നിഹാൽസാൻ സെർച്ച് ചെയ്യാൻ അവിടെ കിട്ടും. ഒന്ന് ഫോളോ ചെയ്യാൻ. നിങ്ങൾക്ക് കൊണ്ട് ഒരുപാട് വീഡിയോസും കണ്ടന്റും അതിൽ വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. നല്ല മക്കളായി പഠിക്കുക. ബാക്കി നമ്മൾ ഉഷാറാക്കും. സോ താങ്ക് യു. ബൈ.